ഇത് ഈ ഒരു സ്റ്റോറിയുടെ മൂന്നാം ഭാഗമാണ്. ഒന്നും രണ്ടും കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കുക. വിചാരിക്കാത്ത സമയത്ത് പലതും നമ്മുടെ കൈകളിലേക്ക് വരും എന്ന് പറയുന്നത് പോലെയായിരുന്നു എന്റെ കയ്യിൽ ഇപ്പോൾ വന്നു ചേർന്ന ആ ഒരു മഞ്ഞ ചരടിന്റെ താലി. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നാരോ ഉന്തി തള്ളുന്ന പോലെ, ആദ്യത്തെ സമയമായി, അത് അവളുടെ കഴുത്തി ചാർത്തി കൊടുക്ക്. ആ നിമിഷം തന്നെ എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപൂർവമായ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഞാൻ ആ താലിയുടെ ചരട് രണ്ട് കൈകളിലേക്കും വിരലുകൾ കൊണ്ട് നിവർത്തി പിടിച്ചു. ആ ഒരു നിമിഷം ഒരു ദയനീയ ഭാവത്തോടെ ഞാൻ താരയൊന്ന് നോക്കി. വിടർന്ന കണ്ണുകളുമായി വാ പൊളിച്ചു നിൽക്കുന്ന അവളോട് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ചുറ്റും കൂടി നിൽക്കുന്നവരോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരത്തിന്റെ മുകളിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. എന്തേലും തുറന്നു പറഞ്ഞാൽ ഇതുവരെ ഊട്ടിയ കൈകൾ കൊണ്ട് തന്നെ നല്ല തല്ലും കിട്ടും. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ താലി അവളുടെ കഴുത്തിൽ കെട്ടി. ചുറ്റും കൂടി നിന്നവർ ആർപ്പുവിളികളും ആഹ്ലാദ പ്രകടനവും കൊണ്ട് അതൊരു ആഘോഷമാക്കി മാറ്റി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നും ആയിരുന്നില്ല. അതുവരെ വാ പൊളിച്ചു നിന്നവൾ താലി കെട്ടുന്ന നിമിഷത്തിൽ ഒരു കൂപ്പ് കൈകളുമായി നിൽക്കുന്നു. ചിലപ്പോൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ അവളുടെ ഒരു അഭിനയഭാവം ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ചില സമയത്ത് ഇവളുടെ അഭിനയം കണ്ടാൽ നമ്മൾ ഓസ്കാർ കൊടുത്തു പോകും. ഇല്ലമ്മ കയ്യിൽ കരുതിയ പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് എന്റെ കൈകളിലേക്ക് തന്നു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ചാർത്താൻ പറഞ്ഞു. നാട്ടിലെ ചില കല്യാണത്തിന് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ തിരുനെറ്റിയിൽ ആ ഒരു സിന്ദൂരക്കുറി ചാർത്തി. തൊട്ടടുത്ത ചടങ്ങ് മാലയിടലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ അത് മാത്രം ഞാൻ മടിച്ചു നിന്നില്ല. മുല്ലമുട്ടിൽ കെട്ടിയൊരുക്കിയ കുഞ്ഞുമാല അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു. അതുപോലെ തന്നെ അവൾ എന്റെ കഴുത്തിലും. ഇനി നിങ്ങൾ ഈ വിഗ്രഹത്തിന് ചുറ്റും ഒന്ന് വലം വെച്ചിട്ട് വാ. ഞാനൊരു പുഞ്ചിരിയോടെ തന്നെ ആ വിഗ്രഹത്തിന് ചുറ്റും അവളുടെ കൈ പിടിച്ച് വലം വെച്ച് വന്നു. ആ ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. ഇനി ഇല്ലമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുക, നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് മാത്രമേ വരുത്തുള്ളൂ. ആ പറഞ്ഞ നിമിഷം തന്നെ ആ കാല് തൊട്ട് ഞങ്ങൾ അനുഗ്രഹം വായിച്ചു. ഇല്ലമ്മ ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ അനുഗ്രഹിക്കുമ്പോൾ മരിച്ചുപോയ എന്റെ മുത്തശ്ശിയുടെ സാന്നിധ്യം ഞാൻ അവിടെ മനസ്സിലാക്കി. താലികെട്ട് കഴിഞ്ഞ് അവളുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. ഒരു കല്യാണ സദ്യക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പിന്നെ തമിഴ്നാട് സ്പെഷ്യൽ എന്തൊക്കെയോ കറികളും ഉണ്ട്. ഒരു നിമിഷം ഇതെല്ലാം കണ്ടപ്പോ ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി, ഒരുപക്ഷെ ഇതെന്റെ ശരിക്കും കല്യാണമായിരുന്നെങ്കിൽ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ ഒരു ആഘോഷവും സദ്യയും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിലത്തൊരു പായ വിരിച്ച് ഞങ്ങൾക്കൊപ്പം ഇരുന്നു. ഇടയ്ക്ക് ഞാൻ അവളുടെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സന്തോഷമാണോ സങ്കടമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ടെൻഷനാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു മുഖഭാവം. ചിലപ്പോൾ എന്നെപ്പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവളും പ്രതീക്ഷിച്ചു കാണില്ല. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും മധുരപലഹാര വിതരണം ആയിരുന്നു. മധുരപലഹാരങ്ങളിൽ ഒന്ന് മാത്രം എന്റെ കയ്യിൽ തന്നു. ഒന്ന് അവളുടെ കയ്യിലും. തമ്മിൽ തമ്മിൽ പരസ്പരം അത് വായിൽ വെച്ചു കൊടുക്കണം. ആ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോ ഇനി എന്താണ് അടുത്ത ചടങ്ങ് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു തൊട്ടടുത്ത മുറിയിൽ എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും സമയം 8 മണിയായിരുന്നു. അവരുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും പിന്നെ മുഖത്ത് കാണുന്ന ആ ചിരിയും എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം വെറും കബളിപ്പിക്കലാണെങ്കിലും നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തല ചായ്ക്കാനായിട്ട് മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ആ ഒരു മനുഷ്യൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഇവിടേക്കല്ല ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ചിരുത്തി ഒരു ഗ്ലാസ് പാൽ എന്റെ കയ്യിൽ തന്നു. അതിൽ പകുതി കുടിച്ചിട്ട് പകുതി അവൾക്ക് കൊടുക്കണം. ഞാൻ ആ ഒരു കാര്യത്തിൽ മറ്റൊന്നും കാണിച്ചില്ല. പകുതി കുടിച്ചതിന് ശേഷം പകുതി അവൾക്ക് കൊടുത്തു. രാവിലെ തൊട്ടേയുള്ള ഈ ആഘോഷങ്ങൾക്ക് ഒരു പ്രധാന കഥാപാത്രം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. ആ ഒരു സമയം തന്നെ അവർ ഞങ്ങളെ വരവേറ്റത് സ്ഥിരം കിടക്കുന്ന ആ ഒരു കിടപ്പുമുറിയിലേക്കായിരുന്നില്ല, പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ ഒരു മണിയറയിലേക്കായിരുന്നു. അത് കാണുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ കിടപ്പറ പോലെ ഏതൊക്കെയോ സിനിമയിൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട് അത്ഭുതപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ, ഇതൊക്കെ കുറച്ച് കൂടുതലാണെന്നറിയാം, എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് വല്ലാത്തൊരു സന്തോഷമായിപ്പോയി എന്ന് പറഞ്ഞ് ഞാനും അവളും അകത്ത് കയറി കഥടച്ചു. ആ ഒരു കഥകടച്ചതും ഞാനൊന്ന് ദീർഘശ്വാസം വിട്ടു. അത്രയും നേരം ശ്വാസം മുട്ടി നിന്നിരുന്ന ഞാൻ പെട്ടെന്ന് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ പെട്ടെന്ന് തന്നെ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാതെ
കിടക്കയിൽ കിടന്ന ആ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിച്ചിട്ട് സാധാരണ പോലെ തന്നെ തലയണ വെച്ച് കിടന്നു. ആ ഒരു സമയം ഞാൻ കിടക്കയിലേക്ക് കയറി നടുവൊന്ന് നിവർത്തി കണ്ണുകൾ അടച്ചു കിടന്നു. രാവിലെ തൊട്ട് രാത്രി വരെ അവരുടെ ഒപ്പം നിന്നതിന്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തന്നെ കിടന്നുറങ്ങിപ്പോയി. ഞാൻ കണ്ണുകൾ അടച്ച് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പതിവ് പോലെ വരാറുള്ള ആ ഒരു പ്രശ്നം പിശുക്ക് കാട്ടാതെ അതേപോലെ തന്നെ വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഞാൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ എന്റെ നെഞ്ചൊരു നിമിഷം തടവി. ആ ഒരു സമയം പുറത്തെ നിലാവിന്റെ വെളിച്ചത്തിൽ ആരൊരാൾ എന്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. താര എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന നിൽപ്പാണ്. ഞാൻ ആ വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു. ശേഷം ഞാൻ എന്റെ നെഞ്ചിൽ സ്പർശിച്ച് തലയണ പിന്നിൽ വെച്ച് ചാഞ്ഞു കിടന്നു. അവൾ തൊട്ടരികിലുള്ളപ്പോ എന്തൊരു ആശ്വാസം എന്ന പോലെ ഞാൻ അവളെ ഒന്ന് നോക്കി. പെട്ടെന്ന് അവളുടെ കൈകൾ എന്റെ ഇടനെഞ്ചിൽ സ്പർശിച്ചു. എന്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഇത്രയും ദിവസം എന്നോട് ദേഷ്യപ്പെട്ടിരുന്ന അവളിൽ നിന്നും അങ്ങനെ ഒരു അലിവ് കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള താരയുടെ സാന്നിധ്യം ശരിക്കും ഒരു ഭാര്യ എന്നതുപോലെ എനിക്ക് തോന്നിപ്പോയി. അവൾ കൈതൊട്ട നിമിഷം തന്നെ എന്റെ നെഞ്ചിലെ വെപ്രാളം പതിയെ പതിയെ ശാന്തമായി. അവൾ എന്റെ കിടക്കയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വീണ്ടും കണ്ണുകൾ അടച്ചുറങ്ങിപ്പോയി. ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ തോളിനും കൈകളിനും സൈഡിലായിട്ട് ഒരു ഭാരം പോലെ. ഞാൻ എന്റെ മുഖം ഒന്ന് തിരിച്ചതും അവളുടെ മുടിയണകൾ എന്റെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ആ ഒരു ഇരുന്ന ഇരിപ്പിൽ അവൾ എന്റെ തോളിൽ ചാരി എങ്ങനെയോ ഉറങ്ങിപ്പോയി. എന്റെ ആ വൈറ്റ് കളർ ഷർട്ടിൽ ഞാൻ ചാർത്തിയ ആ സിന്ദൂരക്കുറിയുടെ ചുവപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് ആ നിമിഷം പാവം തോന്നി. ഞാൻ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ അറിയാതെയാണെങ്കിലും ബുദ്ധിമുട്ടിച്ചല്ലോ എന്നോർത്തപ്പോ വല്ലാണ്ട് വിഷമം തോന്നി. താര, ഞാൻ അവളെ വിളിക്കുമ്പോൾ നേരം പുലർന്നിരുന്നു. പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം മുറിക്കകത്തേക്ക് അടിച്ചു. അവൾ ഇരുന്ന ആ ഇരിപ്പിൽ നിന്നും തലപൊക്കി ചുറ്റും നോക്കി. പെട്ടെന്നൊരു ഉറക്കപ്പിച്ചയിൽ, ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, സോറി. ആ നിമിഷം അവളത് പറയുമ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ കണ്ണുകൾ ഒന്ന് ചിമ്മി. അവളുടെ മുഖത്തൊട്ടിപ്പിടിച്ചിരുന്ന മുല്ലപ്പൂവിന്റെ ഇതൾ ഞാൻ എന്റെ നഖം വെച്ച് തുടച്ചു കളഞ്ഞു. ഒരുപക്ഷെ ദൈവത്തിന്റെ നിമിത്തമായിരിക്കാം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാനും എന്റെയും അവളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെയായി തീരാനും ഞങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. താര പുറത്തേക്ക് പോയി കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി വരുമ്പോ കയ്യിൽ ഒരു കപ്പ് ചായ എനിക്ക് വേണ്ടി കരുതിയിരുന്നു. അത് കൊണ്ടുവരുമ്പോ അവളുടെ മുഖം ഇതുവരെ കാണാത്തത്രയും പ്രസന്നമായിരുന്നു. എന്തോ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരക്കുറിയും പിന്നെ ഉടുത്തുമാറിയ ആ ഒരു സാരിയും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ഐശ്വര്യം തന്നെയായിരുന്നു അവളുടെ മുഖത്ത്. പതിവിലും കൂടുതൽ സുന്ദരിയായതുപോലെ ഒരു തോന്നൽ. ഒരു ചെറുപുഞ്ചിരിയോടെ ആ ഒരു ചൂട് ചായ ഞാൻ വാങ്ങിച്ച് അത് കുടിക്കാൻ തുടങ്ങി. അവൾ എന്റെ അടുക്കൽ നിൽക്കുന്ന ആ നിമിഷം പോലും എനിക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല. എങ്കിലും ഒരു സംസാരം എന്നതുപോലെ ഞാൻ അവളോട് പറഞ്ഞു, ഇനി 5 ദിവസം കൂടി ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ബുധനാഴ്ച രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. പെട്ടെന്നൊരു നിമിഷം അവളൊന്നും മിണ്ടാതെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നുണ്ടോ? പിന്നെ പോകണ്ടേ? എനിക്കിപ്പോഴേ പോകാൻ തോന്നുന്നില്ല. എത്ര നല്ല ആൾക്കാരാണല്ലേ. ശരിക്കും അവരെ പറ്റിക്കുവാണെങ്കിലും അവരുടെ ആ സ്നേഹം കാണുമ്പോൾ ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. ഞാനത് കേട്ട നിമിഷം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതൊക്കെ തനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. മഴയത്തൊരു ചെറു കുടിൽ വന്നു കയറിയവർ മഴ തോർന്നാൽ ആ ഒരു കുടിലിനോടും യാത്രയാകണം, അത്ര മാത്രമേ ഉള്ളൂ. യാത്ര പറഞ്ഞു പോകുമ്പോ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന എന്നോടും ഒരു യാത്ര മാത്രം പറയായിരിക്കും അല്ലേ? അവളുടെ ആ ചോദ്യത്തിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ അങ്ങനെ നിന്നു. യാത്ര പറയേണ്ട ബന്ധങ്ങളാണെങ്കിൽ അത് പറയുക തന്നെ വേണം. ഞാനത് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവളുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി മാഞ്ഞു. എന്തോ ഒരു വിഷമം എന്ന പോലെ ഞാനത് ശ്രദ്ധിച്ചു. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.